ശ്രീലക്ഷ്മിയെ കണ്ട് GD പറയുകയാണ്, പാവം പെണ്ണ് സമാധാനമായി ഉറങ്ങുകയാണ്, അവൾക്കറിയില്ല രവിയുടെ സമാധാനം പോയി എന്നുള്ളത്. അതിനുശേഷം GD രാജ്മോഹനോട് പറയുകയാണ്, അതെ, ശ്രീലക്ഷ്മി നമ്മുടെ കസ്റ്റഡിയിലാണ് എന്നറിയുന്ന നിമിഷം അവർ നിന്നെ തേടി എത്തും. അങ്ങനെ പേടിക്കണോ? ശ്രീലക്ഷ്മി നമ്മുടെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്താൽ അയാൾ പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്ത് നമ്മൾ പറയുന്നത് പോലെ പറയുമെന്ന് ഉറപ്പല്ലേ? GD പറയുകയാണ്, അങ്ങനെ ഉറപ്പിക്കരുത്. അവൻ രവിചന്ദ്രവർമ്മനാണ്. അവസാനത്തെ നിമിഷം വരെ അവൻ ജയിക്കാനായി മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അവന്റെ കൂടെ രാജാറാം ഒരു സൈന്യവും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? GD പറയുകയാണ്, ശ്രീലക്ഷ്മിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള വാർത്ത ഉടനെ അവനെ അറിയിക്കണം. പിന്നെ അവൻ എന്നെ തേടി വന്നാൽ ശ്രീലക്ഷ്മി എവിടെ ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിലല്ലേ എന്നിൽ നിന്നും അവനത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അവളെ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാനും നീയും അറിയുന്നില്ലെങ്കിലോ? മനസ്സിലായി GD, അത് നല്ലൊരു തന്ത്രമാണ്. തന്ത്രം നല്ലതാണ്, പക്ഷെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരൽപ്പം ചോര ചിന്തേണ്ടി വരും. ചോരയോ? അതെ, നീയാണ് ശ്രീലക്ഷ്മിയുടെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നത്. അന്വേഷണം അവൻ തുടങ്ങുന്നതും നിന്നിൽ നിന്ന് മാത്രമായിരിക്കും. അപ്പോൾ നീ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. ഞാൻ അത് പിന്നെ എന്ന് രാജ്മോഹൻ പറയുമ്പോൾ കയ്യിലിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് GD രാജ്മോഹനെ ആഞ്ഞടിക്കുകയാണ്. അടികൊണ്ട രാജ്മോഹന്റെ കഴുത്തിൽ നിന്നും ചോര വരികയാണ്. അത് തുടച്ച ശേഷം GD പറയുകയാണ്, ഈ ചോരയാണ് നമുക്കിപ്പോൾ ആവശ്യം. ശ്രീലക്ഷ്മിയുമായി നീ സഞ്ചരിച്ച വാഹനം ചിലർ ബ്ലോക്ക് ചെയ്തു. അവർ നിന്നെ തല്ലി. ഈ പെൺകുട്ടികൾ കൊട്ടേഷൻ ടീമിന്റെ ആൾക്കാരായിരുന്നു. അവർ ശ്രീലക്ഷ്മിയെ കിഡ്നാപ്പ് ചെയ്തു, നിന്നെ തല്ലി വഴിയിൽ കളഞ്ഞിട്ട്. എന്താ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡൺ എന്ന് പറയുകയാണ് രാജ്മോഹൻ. അതിനുശേഷം ബ്യൂട്ടീഷ്യൻസിനോട് GD പറയുകയാണ്, നിങ്ങൾ ഈ പെൺകുട്ടിയെ എവിടെ കൊണ്ടുപോകും, എവിടെ ഒളിപ്പിച്ചു വയ്ക്കും എന്നൊന്നും എനിക്കറിയണ്ട. ഇന്ന് വൈകിട്ട് കൃത്യം 6 മണിക്ക് രവിചന്ദ്രവർമ്മൻ പ്രസ് മീറ്റ് നടത്തി കൊലപാതകം ഏറ്റുപറയുന്നതുവരെ ഇവൾ ആരുടെയും കണ്ണിൽപ്പെടരുത്. അതാണ് കരാർ. ഞങ്ങൾ നോക്കിക്കോളാം, നോ പ്രോബ്ലം. ഗുഡ്. ഒരു പക്ഷേ രവിചന്ദ്രവർമ്മൻ പ്രസ് മീറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യം 6:30 ഇവളുടെ ജീവൻ മേലോട്ട് പോയിരിക്കണം. അതാണ് കരാറിന്റെ 2ാം ഭാഗം. എന്താ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടോ? ഇതിനു മുമ്പും മർഡർ ചെയ്തിട്ടില്ലേ നിങ്ങൾ? പേടിയുണ്ടോ? കൊല്ലാൻ മടിയൊന്നും ഇല്ല സാർ, പേടിയൊന്നും ഇല്ല. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതൽ തരേണ്ടി വരും, റിസ്ക്കും കൂടുതലാണ്. സ്മാർട്ട്. അത് കലക്കി എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് കൊടുത്തിട്ട് ബ്യൂട്ടീഷ്യൻസിനോട് GD പറയുകയാണ്, ഇത് കിഡ്നാപ്പിന് ശേഷം തരാമെന്ന് പറഞ്ഞ തുകയും ഇവളെ തട്ടാനുള്ള ക്യാഷിന്റെ അഡ്വാൻസുമായി കണക്കാക്കാം. ഇത് സക്സസ് ആയാൽ നിങ്ങളുടെ ലൈഫ് സെറ്റിലാകാനുള്ള ക്യാഷും ഈ GD തരും. ക്യാഷ് വാങ്ങിയ ശേഷം അവർ പറയുകയാണ്, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാം സാർ, ഞങ്ങൾക്ക് ശീലമുള്ള പണിയായത്. ഗ്രേറ്റ്, ദെൻ ഡു ഇറ്റ്. തൽക്കാലം നിങ്ങൾക്ക് പോകാം. രാജൻ തന്ന നിർദ്ദേശങ്ങളൊന്നും മറക്കേണ്ട. തൽക്കാലം ഇനി അവൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. എല്ലാം നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. ശരി സാർ, മനസ്സിലായി. അതിനുശേഷം ശ്രീലക്ഷ്മിയും കൊണ്ട് ബ്യൂട്ടീഷ്യൻസ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വളകളുമായി കാർ ഓടിച്ചു പോകുന്ന രവിചന്ദ്രവർമ്മനെയാണ്. അന്നേരം GD രവിചന്ദ്രവർമ്മനെ ഫോൺ ചെയ്യുകയാണ്. GD ചോദിക്കുകയാണ്, ഹലോ മിസ്റ്റർ പുതുമണവാളൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? GD ആണ്. സത്യം പറയട്ടെ, കുറച്ചു നാളായി നിന്റെ ലക്ക് എന്നെ വല്ലാതെ ഡിസപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നിന്റെ ലക്കിനെ ഞാൻ ഇങ്ങെടുത്തു. വിത്തൗട്ട് യുവർ പെർമിഷൻ. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? എന്ത് കുഴപ്പം? യു ആർ ഓൾവേസ് വെൽക്കം GD. നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഇങ്ങനെ ബോറടിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. GD പറയുകയാണ്, സോറി, നിനക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വെറുതെ നിന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുകയാണെന്ന് നിനക്ക് തോന്നിയെങ്കിൽ തെറ്റിപ്പോയി. കഴിഞ്ഞ തവണയും നിന്നെ ഉന്നം വെച്ച് ഞാൻ അവളെ പൊക്കിയതാണ്. നീ വന്ന ഹീറോയിസം കാണിച്ച് അവളെയും രക്ഷപ്പെടുത്തി അങ്ങ് പോയി. പോകുമ്പോൾ നീ എനിക്കൊരു സമ്മാനവും തന്നിരുന്നു. അത് നിനക്ക് തിരിച്ചു തരാനാണ് ഇപ്പോഴെന്റെ ഉദ്ദേശം. അന്നേരം ഒന്ന് പരിശ്രമിക്കുകയാണ് രവിചന്ദ്രവർമ്മൻ. GD പറയുകയാണ്, ഞാൻ ഇപ്പോൾ അവളെ അങ്ങ് തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്, ഗ്രേറ്റ് കോളനിയിൽ നിന്ന് തന്നെ. പെട്ടെന്ന് കാറ് സഡൻ ബ്രേക്ക് ഇട്ടതിനു ശേഷം GD എന്ന് ഉറക്കെ വിളിക്കുകയാണ് രവിചന്ദ്രവർമ്മൻ. അന്നേരം പൊട്ടിച്ചിരിക്കുന്ന GDയോട് രവിചന്ദ്രവർമ്മൻ പറയുകയാണ്, നോക്ക്, ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യജീവന് ഞാൻ കാരണം ഒരാപത്തും വരാൻ പാടില്ല എന്നുള്ള സിദ്ധാന്തം ഞാനങ്ങ് മറക്കും. നീ എന്നെ കൊണ്ട് വീണ്ടും ആയുധം എടുപ്പിക്കരുത്. നീ എടുക്കടാ, നീ ആയുധം എടുക്ക്. എനിക്കും ആവശ്യം അതാണ്. പിന്നെ ശ്രീലക്ഷ്മിക്ക് സംഭവിക്കേണ്ടതൊക്കെ എപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സത്യം അറിയണമെങ്കിൽ നീ നിന്റെ ഭാവി ഫാദറില്ലായെ വിളിച്ച് അവൾ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വിവരം നിന്നെ അറിയിക്കുന്നേ ഉള്ളൂ. ഞാനല്ല അവളെ പൊക്കിയത്, വേറൊരു ടീമാണ്. പിന്നെ ഇതാദ്യമായി നടക്കുന്ന കാര്യമല്ല എന്നെനിക്കറിയാം. പക്ഷെ ഇത് മുൻപ് നടന്ന പോലെയല്ല, ഇത് തീക്കളിയാണ്. അവളെ ഇനി ജീവനോടെ നീ കാണണമോ വേണ്ടയോ എന്നുള്ളത് ഈ GD തീരുമാനിക്കും. അടുത്ത വർഷം ഇതേ ദിവസം നിനക്ക് അവൾക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടി വരും എന്നർത്ഥം.
ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല GD. അവളെ ഞാൻ കണ്ടെത്തും. ഇതൊക്കെ പറയുമെന്ന് എനിക്കറിയാം. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും എനിക്കറിയാം രവി. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ഒരു കൊട്ടേഷൻ ടീമിനെ ഏർപ്പാടാക്കിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല അവളെ അവർ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന്. നീ വെറുതെ എന്നെ തേടി വന്ന് ടൈം വേസ്റ്റ് ആക്കണ്ട. പ്രയോജനമില്ലാത്തത് കൊണ്ടാണ്. ശരി, നിനക്ക് എന്താണ് വേണ്ടത്? പഴയ ഡോക്യുമെന്റ് ആണോ അത് ക്യാഷ് ആണോ? ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് രണ്ടുമല്ല എനിക്ക് വേണ്ടത്. നിന്റെ കയ്യിൽ ചോരയുടെ മണമുണ്ടെന്ന് നീ ഈ ലോകത്തോട് വിളിച്ചു പറയണം. മനസ്സിലായില്ലേ? ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി രാജനന്ദിനിയെ കൊന്നത് നീയാണെന്ന് നീ ഈ ലോകത്തോട് വിളിച്ചു പറയണം. ഇതാണ് ഇപ്പോഴത്തെ എന്റെ ഡീൽ. ബ്ലഡി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രവിചന്ദ്രവർമ്മൻ. പക്ഷേ GD പൊട്ടിച്ചിരിക്കുകയാണ്. ഈ വെറുതെ കിടന്ന് അലറേണ്ട രവി. പ്രയോജനമില്ലാത്തത് കൊണ്ടാണ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ പത്രത്തിൽ വരേണ്ട ഒരു വാർത്തയാണത്. ഇപ്പോൾ അതേ വാർത്ത ചാനലുകളിലൂടെ നീ പറയാൻ പോകുന്നു. ലൈവായിട്ട് എന്ന് പറയുമ്പോൾ രവിചന്ദ്രവർമ്മൻ പറയുകയാണ്, യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. GD, അപകടമാണ് നീ ക്ഷണിച്ചു വരുത്തുന്നത്. ആയിക്കോട്ടെ, നിന്ന് കഥാപ്രസംഗം പറയാതെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യ്. അല്ലെങ്കിൽ രാജനന്ദിനിക്ക് സംഭവിച്ചു തന്നെ ശ്രീലക്ഷ്മിക്കും സംഭവിക്കും. GDയുടെ ചലഞ്ചാണിത്. നിന്റെ സൈലൻസ് കൊണ്ട് തന്നെ നീ സറണ്ടറായി എന്ന് മനസ്സിലായി എനിക്ക്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്ത് കളയാൻ സമയമില്ല. ഇന്ന് 6 മണിക്ക് തന്നെ പ്രസ് മീറ്റിന് നീ റെഡിയാകണം. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടായിരിക്കും ശ്രീലക്ഷ്മി ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ബാഡ് ലക്ക് രവി. ഐ ആം സോറി ഫോർ യു ആൻഡ് ഐ ആം സോ ഹാപ്പി ഫോർ മീ. താങ്ക് യു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് GD. അതിനുശേഷം GD രാജ്മോഹനോട് പറയുകയാണ്, രാജ നോക്ക്, ഇപ്പോൾ മുതൽ രവി വെക്കുന്ന ഓരോ സ്റ്റെപ്പും പ്ലാനും അറിയണമെങ്കിൽ നീ അവിടെ അവന്റെ അടുത്ത് ഉണ്ടായേ പറ്റൂ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നീ കേറിക്കോ. ഞാൻ വഴിയിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് രാജ്മോഹനെയും കൂട്ടി പോവുകയാണ് GD. അതിനുശേഷം കാണിക്കുന്നത് തേങ്ങ ചിരകുന്ന സരോജാമ്മയാണ്. അന്നേരം സരോജാമ്മയുടെ കൈ മുറിയുകയാണ്. ചോര പൊടിഞ്ഞല്ലോ. ഇന്ന് രാവിലെ മുതൽ ഓരോരോ ലക്ഷണക്കേടുകളാണല്ലോ. എന്റെ കരികോത്തിയമ്മേ, ആപത്തൊന്നും വരുത്തരുതേ. അന്നേരം അവിടേക്ക് സരോജൻ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പപ്പി വരികയാണ്. ആ പപ്പി വാവാ. കല്യാണമായിട്ട് നിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്ന് കുറച്ചു മുൻപേ ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. ഞാൻ അമ്പലത്തിൽ പോയിരുന്നു ചേച്ചി. കൈക്ക് എന്തു പറ്റി ചേച്ചി എന്ന് പറഞ്ഞ് കൈ പിടിച്ചു നോക്കിയാണ് പപ്പി. ഒന്നും പറയണ്ട പപ്പി, ചിരവയുടെ നാക്ക് കൊണ്ട് കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. സൂക്ഷിക്കണ്ടേ ചേച്ചി? സൂക്ഷിക്കാത്തത് കൊണ്ടല്ല പപ്പി, കാലദോഷമാണ്. ഓരോരോ ദുർനിമിത്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ മോള് തിരിവെച്ചിട്ട് ഇവിടെ നിന്നും അമ്പലത്തിലേക്ക് പോയ പിറകെ കത്തി നിന്ന നിലവിളക്കിൽ നിന്നും അത് വച്ചിരുന്ന പട്ടിൽ തീ പിടിച്ചു. ഭാഗ്യത്തിന് ഞാൻ അപ്പോൾ തന്നെ കണ്ടതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായില്ല. ശ്രീഡച്ചൻ ഓടി വന്ന് തീയണച്ചു. ഓരോരോ അവലക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പപ്പി. ഒരു മനസമാധാനവും ഇല്ല. ചേച്ചി ഇങ്ങനെ പേടിക്കാതെ. എങ്ങനെ പേടിക്കാതിരിക്കും? കുറച്ചു മുമ്പ് ഈശ്വരിയമ്മ വന്നിരുന്നു. അപകടങ്ങൾ ഒന്നും തീർന്നിട്ടില്ല, ഇനിയും സൂക്ഷിക്കണം എന്നാണ് ഈശ്വരിയമ്മ പറഞ്ഞിട്ട് പോയത്. ചുറ്റും ശത്രുക്കളാണെന്ന്. ജയിലിൽ നിന്നും ഇറങ്ങി ആരോ സ്ത്രീയെ മുൻനിർത്തി രവിസാറിനെ അപകടപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ടത് അത്രേ. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരെയും അത് ബാധിക്കില്ലേ? എല്ലാം കൊണ്ടും മനസമാധാനം ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ പപ്പി. അതിരിക്കട്ടെ, ഇന്ന് അമ്പലത്തിൽ പോകാൻ എന്തെങ്കിലും വിശേഷമുണ്ടായിരുന്നോ? കൃഷ്ണയുടെ പേരിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അവൾക്കും കല്യാണപ്രായം ആയില്ലേ ചേച്ചി? ഒരു മംഗല്യ സൂക്തം നടത്തി. ഏതെങ്കിലും നല്ല ആലോചന വരികയാണെങ്കിൽ വെച്ച് താമസിപ്പിക്കാതെ അതങ്ങ് നടത്തണം. നല്ല കാര്യമാണ് പപ്പി. സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞ് അവൾ ഇവിടുന്ന് പോകുകയല്ലേ. അവള് രണ്ടാളും വലിയ കൂട്ടായിരുന്നല്ലോ. സ്ത്രീ ഇല്ലാതെ വരുമ്പോൾ കൃഷ്ണയ്ക്കത് വലിയ വിഷമമാകും. എല്ലാം വിധിയല്ലേ ചേച്ചി. നടക്കേണ്ട സമയത്തെ എല്ലാം നടക്കൂ. അല്ലാതെ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും ഒന്നും നടക്കില്ല. ചില ദോഷങ്ങൾ അവൾക്കും ഉണ്ട്. അമ്പലത്തിൽ ചെന്നപ്പോൾ പൂജാരി പറഞ്ഞു പുരുഷോത്തമൻ ജ്യോത്സ്യനെ ഒന്ന് കാണാൻ. പുരുഷോത്തമൻ ജ്യോത്സ്യൻ പറഞ്ഞാൽ അച്ചിട്ടമാണെന്നാണ് പൂജാരി പറഞ്ഞത്. ഉടനെ തന്നെ പുരുഷോത്തമൻ ജ്യോത്സ്യനെ കണ്ട് കൃഷ്ണയുടെ ജാതകം ഒന്ന് നോക്കാൻ പറഞ്ഞു. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഇപ്പോൾ തന്നെ ചെയ്യാമല്ലോ. രോജൻ പറയുകയാണ്, ഈ പുരുഷോത്തമൻ ജ്യോത്സ്യനെ കുറിച്ച് ഇന്നാൾക്ക് അനിതയും പറഞ്ഞു. പറയുകയാണ്, ജ്യോത്സ്യരെ ചേച്ചി അറിയും. നമ്മുടെ നാഗരികാവിലെ പൂജയ്ക്ക് നേതൃത്വം കൊടുത്തത് പുരുഷോത്തമൻ ജ്യോത്സ്യരാണ്. ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് ജ്യോത്സ്യം അറിയാമോന്നു? ജ്യോത്സ്യം അരച്ചു കലക്കി കുടിച്ച ആളല്ലേ? പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കും. നീ എപ്പോഴാ പോകുന്നത് പപ്പി? ഞാനും കൂടി വരാം. സ്ത്രീയുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അറിയാമല്ലോ. ഞാൻ കുറച്ചു കഴിയുമ്പോൾ പോകും ചേച്ചി. എന്തായാലും ഒരുങ്ങി. ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അല്ലേ തന്നെ. ഏതായാലും ഒരു അരമണിക്കൂറേ. അപ്പോഴേക്ക് ഞാൻ ഈ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാനും കൂടി വരാം. ചേച്ചി റെഡി ആയിട്ട് വന്ന് വിളിച്ചാൽ മതി. അല്ല, പന്തലൊന്നും ഇല്ലേ കല്യാണത്തിന്? സന്ധ്യയ്ക്ക് മുമ്പേ പന്തലും അലങ്കാരങ്ങളും ഒക്കെ ഇട്ടോളാം എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്.
ആ ചന്ദ്രനെയാണ് ശ്രീയുടെ അച്ഛൻ ഇടപാട് ചെയ്തിരിക്കുന്നത്. ആ ശരിയെന്നും പറഞ്ഞ് പപ്പി അവിടെ നിന്നും പോവുകയാണ്. സരോജാമ്മ പറയുകയാണ്, ജോത്സ്യൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. പിന്നീട് കാണിക്കുന്നത് മയക്കത്തിൽ കിടക്കുന്ന ശ്രീലക്ഷ്മിയെയും ആ ബ്യൂട്ടീഷ്യൻസിനെയും ആണ്. അതിൽ ഒരാൾ പറയുകയാണ്, ഈ GD പറയുന്നത് പോലെ പ്രസ് മീറ്റ് ഒക്കെ നടക്കുമോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവളെ നമ്മൾ തന്നെ കൊല്ലേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ശ്രീലക്ഷ്മിക്ക് ബോധം തെളിയുകയാണ്. ശ്രീലക്ഷ്മി നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ശ്രീലക്ഷ്മി. ഒരു ബ്യൂട്ടീഷ്യൻസ് ചോദിക്കുകയാണ്, ആഹാ, എഴുന്നേറ്റോ? കുറച്ചു നേരം കൂടി മയങ്ങിക്കിടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴെല്ലാം മായമല്ലേ, ക്ലോറോഫോമും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ശരിക്കും നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് കൊട്ടേഷൻ ടീമാണ്. നിന്റെ ഭാവി വരനെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിക്കാനുണ്ട്. അതിന് നിന്നെ കിഡ്നാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്തു. അത്രയുള്ളൂ. എന്താ രവി സാറിനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കാൻ പോകുന്നത്? ഇതൊക്കെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? അതൊന്നും ഞങ്ങൾ പറയില്ല. ഇന്ന് കൃത്യം 6 മണിക്ക് അയാൾ പ്രസ് മീറ്റിൽ എന്തോ കാര്യം സമ്മതിച്ചാൽ നിന്നെ ഞങ്ങൾ വിടും. പ്രസ് മീറ്റ് നടന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും. അതാണ് കരാർ. അന്നേരം ശ്രീലക്ഷ്മി മനസ്സിൽ വിചാരിക്കാണ്, പ്രസ് മീറ്റോ? അപ്പോൾ എന്നെ കരുവാക്കി സാറിനെ എന്തോ വലിയ ആപത്തിൽ ചാടിക്കാനുള്ള പണിയാണ് ഇത്. ഇല്ല, അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉടൻ ഇവിടുന്ന് രക്ഷപ്പെടണം. ഓടിപ്പോകാൻ ശ്രമിക്കുന്ന ശ്രീലക്ഷ്മിയെ പിടിക്കുകയാണ് ആ ബ്യൂട്ടീഷ്യൻസ്. എന്നിട്ട് ശ്രീലക്ഷ്മി പറയുകയാണ്, എന്നെ വെച്ച് സാറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണമടി? അതിനുശേഷം ശ്രീലക്ഷ്മിയെ കെട്ടിയിടുകയാണ് അവർ. ശ്രീലക്ഷ്മി പറയുകയാണ്, ഇതൊക്കെ ആ GDയുടെ പണിയായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല. വിടന്നെ എന്നൊക്കെ പറയുകയാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ കഴുത്തിന് പിടിച്ചിട്ട് അവർ പറയുകയാണ്, നീ എത്ര കിടന്ന് നിലവിളിച്ചാലും ഇവിടെ ആരും കേൾക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം, പറഞ്ഞില്ല എന്ന് വേണ്ട.